ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഒരു ദിവസം കൂടി ദൈവമായ കർത്താവ് ജീവിക്കുവാൻ വേണ്ടി നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാർത്ഥനാ നിയോഗമായിട്ട് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നിനക്ക് തോന്നുന്ന നിന്റെ സാഹചര്യങ്ങള്, നിന്നെ തകർക്കാൻ നോക്കുന്ന എല്ലാ ശക്തികള് ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. 20-ാം സങ്കീർത്തനം 5-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. തീർച്ചയാണ് ദൈവമക്കളെ, ദൈവത്തിന്റെ നാമത്തില് നമ്മൾ വിജയ പതാക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുവാങ്ങും. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, ഒരു തിന്മയുടെ ശക്തികളോ ഒരു അന്ധകാര ശക്തികളോ നമ്മുടെ കഷ്ടങ്ങളോ അതൊരിക്കലും നമ്മളെ തകർക്കാൻ ദൈവമായ കർത്താവ് അനുവദിക്കില്ല. 3-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ അങ്ങാണ് എന്റെ രക്ഷാകവചം, എന്റെ മഹത്വവും എന്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടെ തന്നെ. യേശുവാണ് നമ്മുടെ രക്ഷാകവചമെങ്കിൽ, യേശുവാണ് നമ്മുടെ മഹത്വമെങ്കിൽ, യേശുവാണ് നമ്മളെ ശിരസ് ഉയർത്തി നിർത്തുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, നമ്മുടെ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഉയർന്നു നിൽക്കുന്ന മലകൾ പോലെയുള്ള നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ദൈവത്തിന്റെ നാമം നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നാമം അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് കടന്നു വരുമെന്ന് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം നമുക്ക് വാഗ്ദാനം തരികയാണ്. ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവേ മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. 23-ാം സങ്കീർത്തനം 4-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. മരണത്തിന്റെ ഇരുനിഴലിന, ഒരുപക്ഷെ തിന്മയുടെ ആയിരിക്കാം, നിരാശപ്പെട്ട രോഗത്തിന്റെ, പീഡനത്തിന്റെ, അല്ലെങ്കിൽ സങ്കടത്തിന്റെ ഒക്കെ താഴ്വരയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ഉന്മേഷം നൽകുക. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ നമ്മെ നയിക്കപ്പെടുവാൻ വേണ്ടി ദൈവമായ കർത്താവ് രക്ഷാ കവചമായിട്ട് നമ്മുടെ കൂടെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് ശങ്കിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം 37-ാം സങ്കീർത്തനം 5-ാം തിരുവചനമാണ് അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. ദൈവമക്കളെ, ഇന്നത്തെ സാഹചര്യങ്ങള് നിന്റെ ചുറ്റും നിനക്ക് എതിരായിട്ടായിരിക്കാം. പക്ഷെ നിന്റെ ദൈവം നിന്നെ ശിരസ് ഉയർത്തി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൽ പരിപൂർണമായിട്ടും നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. അവിടെ നിന്നെ താങ്ങുന്ന കർത്താവാണ്. അവിടെ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന കർത്താവല്ല. 31-ാം സങ്കീർത്തനം 14-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമക്കളെ, വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, പരാജയപ്പെട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തെ നമുക്ക് മുന്നിൽ കണ്ട് പ്രാർത്ഥിക്കാം. നമ്മെ തകർക്കുന്ന എല്ലാ ശക്തികള് കർത്താവെ നീ അനുഗ്രഹിക്കണം. കർത്താവ് തൊട്ടാൽ, കർത്താവ് നോക്കിയാൽ അത് അനുഗ്രഹമായിട്ട് അഭിഷേകമായിട്ട് തുറക്കപ്പെട്ട വാതിലായിട്ട് കടന്നു വരും. ദൈവമക്കളെ, ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ കാണുന്നവര്, കേൾക്കുന്നവര്, നമ്മളെ അറിയുന്നവര്, നമ്മുടെ ഒരു നോട്ടമായിരിക്കാം, നമ്മുടെ ഒരു പുഞ്ചിരിയായിരിക്കാം, നമ്മുടെ വാക്കുകളായിരിക്കാം, അത് അനുഗ്രഹമാക്കണം. ദൈവനാമത്തെ പ്രതി യേശു നാമത്താല് കർത്താവെ ശക്തിപ്പെടുത്തണം. വചനത്തിന്റെ കോട്ട കിട്ടി. കാരണം ദൈവത്തിന്റെ വചനം അഗ്നി പോലെയും പാറ തറക്കുന്ന കുടം പോലെയുമാണ്. നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പാറ പോലെയുള്ള പ്രശ്നങ്ങള്, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങള്, ദൈവമക്കളെ അതിനെ ഉടച്ചു നിൽക്കുവാൻ മാറ്റുന്ന ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ വചനം, അത് നമ്മെ ചുറ്റിലും കാത്തിരിക്കും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതും യേശുവിന്റെ വലിയ നാമത്തിന്റെ ശക്തിയും വചനത്തിന്റെ കോട്ടയും തിരുരക്തത്തിന്റെ സംരക്ഷണം, വിശുദ്ധ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ അനുഗ്രഹം നമ്മളെ കാണുന്നവര്, നമ്മളെ കേൾക്കുന്നവര്, നമ്മളെ അറിയുന്നവര്, അവരെ അത് കൊടുക്കുവാൻ കർത്താവെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ഓരോരുത്തർക്കും ആശംസിക്കാം. കർത്താവ് നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് വിശ്വസിക്കാം.